ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കുന്ന വിഷയത്തിൽ നമ്മളിവിടെ സമസ്തയോടൊപ്പമാണ് നിൽക്കേണ്ടത്. ആ ഘട്ടത്തിൽ നമ്മൾ അവരുടെ ആ വാദങ്ങളിലെ ശരികൾ നമ്മളെടുത്ത് പറയണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വളരെ വിനീതമായൊരു അഭ്യർത്ഥന. നമ്മളുടെ ഈ പരിപാടികൾ കാണുന്ന ആളുകൾ ഈ ഒരു വ്യത്യാസം കാണാൻ നമുക്ക് സാധിക്കണം. മുസ്ലിങ്ങളുടെ ഇടയിൽ നമ്മളെപ്പോഴും പറയുന്നത് ദർ ആർ സം ബാഡ് ആപ്പിൾസ്, അത് ഉണ്ടെന്ന് നിങ്ങൾക്കും അറിയാം, നമ്മൾ പറയാറുണ്ട്. എല്ലാത്തിലും ഉണ്ട് മോശം ആളുകൾ, മോശം രീതികൾ, മോശം സംവിധാനങ്ങൾ, മോശം ഓർഗനൈസേഷൻസ്, അതെല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന കൂട്ടത്തിലുണ്ട് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കണം. ഇവിടെ ഈ പറയുന്ന സാധനമാണ്, ഈ പറയുന്ന സലഫികളാണ് ഇതിലെ പ്രശ്നം, ഈ ജമാഅത്ത് ഇസ്ലാമിയാണ് ഇതിലെ പ്രശ്നം. ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഇവരാണ് ഈ തീവ്രവാദത്തിലേക്കും ഈ പറയുന്ന മതരാഷ്ട്രവാദത്തിലേക്കും ഈ മുസ്ലിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്, ഇവരെ കുരുക്കുന്നത് അവരാണ്. അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അപ്പോൾ അതിനുവേണ്ടി ഇന്ന് ഏറ്റവും വലിയ നില ഇവിടെ ആരെടുത്താലും അതിൽ ആദ്യം എടുക്കേണ്ട ആളുകൾ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ്. അതിവിടെ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ സന്തോഷ വാർത്ത, സന്തോഷകരമായ കാഴ്ച. അത് നമ്മൾ കാണണം. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ണു തുറന്ന് കാണുക. എന്നിട്ട് അതിന് നിങ്ങളെല്ലാ വിയോജിപ്പുകളും ആ ഒരു ഘട്ടത്തിൽ മാറ്റി വെച്ചുകൊണ്ട് ആ സമസ്തയ്ക്ക് നിങ്ങൾ അവിടെ ഒരു സപ്പോർട്ട് കൊടുക്കണം. അവരിടുന്ന പോസ്റ്റുകൾ പരമാവധി ഷെയർ ചെയ്ത് കൂടുതൽ മുസ്ലിങ്ങളിലേക്ക് അത് എത്തിക്കണം എന്നാണ് ഞാൻ പറയാം.